നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണോ? ഞാൻ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ വന്ന് നിന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ ഈ പൊസിഷനിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. പിന്നെ നമ്മളിപ്പോൾ റെസിപ്പികളൊക്കെ ആയിട്ട് തന്നെയായിട്ട് ചെയ്യൽ വളരെ കുറവാണല്ലോ. പിന്നെ നമ്മൾ മിയാ കിച്ചണിലായിരുന്നാലും എല്ലാ റെസിപ്പികളും നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാവർക്കും കൂടുതൽ എനിക്ക് തോന്നുന്നു വ്ളോഗായിട്ട് ചെയ്യുന്നത് കാണാനാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വ്ളോഗായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വ്ളോഗായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കണം. എന്നാൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഒരു ചായ പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടംപൊരി, ചില സ്ഥലത്ത് ബോണ്ടാന്ന് പറയും, അതാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നണം ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കൽ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ റെസിപ്പി നമ്മൾ മിയാ കിച്ചണിൽ കുറേ നാൾ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ണിയപ്പം അതൊക്കെ പിന്നെയും വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ബോണ്ട ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ബോണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പരാതി തോന്നും, ബോണ്ട ഒന്നല്ലെങ്കിൽ പൊട്ടി പോവുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ട് മാവാക്കി പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ബോണ്ടയുടെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടും സോഫ്റ്റ് ആവാണ്ട് ഭയങ്കര ഹാർഡായിട്ടിരിക്കുക, അല്ലെങ്കിൽ ബോണ്ടയുടെ ഉള്ളിൽ വേവാണ്ടിരിക്കുക. അങ്ങനത്തെയൊക്കെ എന്നുള്ള പ്രശ്നങ്ങളെന്നാണ് സാധാരണ നമ്മൾ ബോണ്ടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവണ ഒരു കുഴപ്പങ്ങൾ. അപ്പം ഞാൻ ഇന്നിവിടെ സമയം ഉച്ചയ്ക്ക് ഇപ്പോൾ 4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തുടങ്ങി 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ട്രൈ ചെയ്ത് എനിക്ക് നല്ലൊരു സൂപ്പർ അടിപൊളി റെസിപ്പി കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പാത്രങ്ങളൊക്കെ ഇവിടെ അടുക്കളയിൽ എല്ലായിടത്തും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യണോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്നാൽ ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഉണ്ടംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മിക്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഉണ്ടംപൊരി നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഈ ചുരിദാറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീക്കെൻഡ് വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചുരിദാർ ഇട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്സിങ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ ശർക്കര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ 125 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വളരെ കുറച്ച് മധുരം മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം എടുത്താൽ മതി. 125 ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവട്ടെ. ഫസ്റ്റ് നമ്മുടെ ശർക്കര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 125 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് വെള്ളം. തീ ഓണാകട്ടെ. ഈ ശർക്കര ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഞാൻ അടുത്തത് നമ്മൾ ഉണ്ടംപൊരിയിലേക്കുള്ള പൊടി എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ശരിക്കും ഒറിജിനൽ ഗോതമ്പ് പൊടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ ആട്ടയുണ്ടല്ലോ, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് പൊടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഇത് ഭയങ്കര കട്ടിയുള്ള പൊടിയാണ്. നമ്മൾ വീട്ടിലേക്ക് ഗോതമ്പ് വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ചിട്ട് എടുക്കില്ലേ, അപ്പോൾ ആ ഗോതമ്പ് പൊടിക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് പൊടിക്കും വ്യത്യാസം ഉണ്ടാവില്ല. കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് പൊടി കുറച്ചുകൂടി നൈസായിട്ടിരിക്കും. അപ്പോൾ ഇത് അങ്ങനത്തെ ഈ നമ്മൾ പൊടിച്ചെടുക്കണ അങ്ങനത്തെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഭയങ്കര കട്ടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി 1 കപ്പും 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ സാധാരണ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ ചേർക്കേണ്ട 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്താൽ മതി. ഇത് ഞാൻ ഈ പൊടി ജനലിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. അതാ നോക്കിക്കേ, ഇതേ നല്ല ഗോതമ്പ് പൊടിയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും ഭയങ്കര കട്ടിയായിരിക്കും, പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1 കപ്പ് മൈദപ്പൊടി. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പീസാക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിച്ചിടുന്നതാട്ടോ നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പീസാക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതേ മെൽറ്റായിട്ട് വരാൻ വേണ്ടി സമയം എടുക്കും. അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കണ്ട് വറ്റി പോട്ടാ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ചിലത് കുറച്ച് വലിയ പീസായിട്ട് കിടക്കായിരുന്നു. പിന്നെ കുറേ നേരം ഇട്ടിട്ടാണ് തിളപ്പിക്കരുത്. ചിലപ്പോൾ ഇതിനകത്ത് വലിയ പീസ് അങ്ങനെ ഒരെണ്ണമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ ചിലപ്പോൾ അത് മെൽറ്റായിട്ട് വരാൻ സമയം എടുക്കും. അപ്പോൾ നമ്മളത് വറ്റിക്കുന്നതോറും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ഇളം ചൂടാവട്ടെ. ഇളം ചൂടായി കഴിയുമ്പോൾ ശർക്കരപ്പാനി നമുക്ക് അരിച്ചിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ശർക്കരപ്പാനിയുടെ കൂടെ നമുക്ക് പഴവും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടംപൊരി അല്ലെങ്കിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ പഴമായ നമ്മുടെ പുട്ടിൻ്റെ കൂടെയൊക്കെ നമ്മൾ കുഴച്ച് കഴിക്കണ
ഞാൻ പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് അതിനെ ചെറുപഴം എന്ന് പറയും, ചില സ്ഥലത്ത് എനിക്ക് തോന്നണു മൈസൂർ പഴം എന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് പാളയംകോടൻ പഴം എന്നാണ് പറയുന്നത്. അപ്പൊ ആ പഴം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പഴം എടുക്കുക. അപ്പൊ നമുക്ക് ആ പഴോട് കിട്ടില്ല, നമ്മൾ ഒരു സമയത്തും ആ പഴോട് കണ്ടിട്ടില്ല. അപ്പൊ ആ പഴത്തിന് പകരം ഞാനിവിടെ എടുക്കുന്നത് റോബസ്റ്റോളാണ് എടുക്കുന്നത്. ഇത് നോക്കിയേ, നമ്മുടെ 2 പാളയംകോടൻ പഴത്തിന്റെ വലിപ്പമുണ്ട് ഈ റോബസ്റ്റോളത്തിന്. അപ്പൊ അതനുസരിച്ചിട്ട് പഴം എടുക്കാം. പഴം എടുക്കുമ്പോൾ എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കാം. കുറെ പഴം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ട ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ ഈ കണ്ടമാനം ഓയിലൊക്കെ കുടിക്കും. അപ്പോൾ ഇത്രയ്ക്കേ ആവശ്യമുള്ളൂ. കാരണം ആകെ കൂടി നമ്മൾ 2 കപ്പ് പൊടിയല്ലേ എടുക്കണുള്ളൂ. അപ്പോൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുക. പിന്നെ ഉണ്ടല്ലോ ഈ പഴം, ഈ നമ്മുടെ ഈ പാളയംകോടൻ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ടൊരു പുളിരസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പുട്ടിൻ്റെ കൂടെ നമ്മൾ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ ആ പഴം കൂട്ടി കുഴച്ച് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ആ പുട്ട് കുഴച്ച് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ആ പുളിരസം കൂടിയിട്ട് വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പുളിരസം ഉള്ളതുകൊണ്ടാണ് ആ പഴം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റോബസ്റ്റോളത്തിന് ആ പുളിരസം ഇല്ലല്ലോ. അപ്പോൾ ആ പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് തൈര്, ഒരു 1/2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ആ പാളയംകോടൻ പഴം വെച്ചിട്ട് ഉണ്ടാക്കണ ആ സെയിം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശർക്കര പാനിയിൽ നമ്മൾ ഈ പഴവും 1/2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂട്ടിയിട്ട് അരച്ചിട്ടെടുക്കട്ടെ. ഞാൻ അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് തന്നെയാട്ടോ. അത് നമ്മളിവിടെ വടിച്ചിട്ടുള്ള അളവാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്, ടേബിൾ സ്പൂണല്ല. കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട ഭയങ്കരമായിട്ട് പൊട്ടി പോവും. അപ്പോൾ കൂടുതൽ ചേർക്കരുത്. പിന്നെ കൂടുതൽ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഓയിലും കണ്ടമാനം കുടിക്കുകയും ചെയ്യും. പിന്നെ ആ സോഡാപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ ഇത്രയ്ക്ക് എടുത്താൽ മതി. കണ്ട ഇതേപോലെ എടുക്കണം, വടിച്ചിട്ടുള്ള അളവ് 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, ചെറുതാ. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി അടുത്തത് ചേർക്കുന്നത് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചതാട്ടാ. ചെറിയ ജീരകം ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കുക. അത് ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അങ്ങനെ ചൂടാക്കിയിട്ട് പൊടിക്കുമ്പോഴായിരിക്കും കേട്ടോ ആ ജീരകത്തിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായും കൂടിയിട്ട് ചേർക്കണം. അത് ഞാനിവിടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടാകും. നമുക്ക് പഴവും ശർക്കര പാനിയും കൂടിയിട്ട് അരച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് ചേർക്കാം. അല്ലെങ്കിൽ പൊടിയായിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തോട്ടെ. ഞാനൊരു 5 ഏലക്കായാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഏലക്കായ കറക്റ്റ് അങ്ങനെ ഇത്രയ്ക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏലക്കായ നിങ്ങൾ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോട്ടെ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ നമ്മൾ പൊടിയായിട്ട് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ബേക്കിംഗ് സോഡയ്ക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതെല്ലാം ഫസ്റ്റ് ഇങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈ കൊണ്ട് കണ്ട ഇതേപോലെ ഒന്ന് തിരുമ്മി നന്നായിട്ട് അടിയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പും എല്ലാവരും കൂടിയിട്ടാണ് മിക്സ് ആവും. ഇതോടെ ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനി ഇപ്പോൾ ഒരു ഇളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കരപ്പാനി നമ്മൾ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്കാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഴം ചേർക്കാണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈരാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ പഴം അരച്ചെടുത്തതിൻ്റെ കൂടെ ഞാനിവിടെ ഏലക്കായും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. അത് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഈ നമ്മുടെ ഉണ്ടംപൊരിയുടെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മുടെ പൊടി നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, ഞാൻ കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഇട്ടുന്നത് കേട്ടോ. നമുക്ക് എല്ലാം കൂടിയിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പം തന്നെ. എങ്ങാനും നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം എങ്ങാനും കുറവ് പോലെ തോന്നണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ ഒഴിച്ചോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സിയുടെ ഉള്ളിൽ നിന്നൊക്കെയും ഫുള്ളായിട്ട് വടിച്ചിട്ട് എടുക്കണം കേട്ടോ. അതാ നോക്കി നമ്മുടെ മിക്സിയുടെ ഉള്ളിൽ കുറച്ചും കൂടി അതിൻ്റെ ശർക്കരപ്പാനി കിടക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി റെഡിയാക്കുമ്പോൾ 1/4 കപ്പ് വെള്ളത്തിൽ റെഡിയാക്കിയാൽ മതി. പിന്നെ എക്സ്ട്രാ നമുക്ക് വെള്ളം ആവശ്യം വരുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ശർക്കരപ്പാനിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശർക്കരപ്പാനി നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിക്കേ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇത് നമ്മുടെ കൈമേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. ചപ്പാത്തിയുടെ പോലെ അത്രയ്ക്ക് ടൈറ്റായിട്ട് ഇരിക്കരുത്. ഇതേപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബോണ്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ട
കുറച്ച് തേങ്ങാക്കൊത്തും കൂടിയിട്ട് വറുത്തിട്ട് ചേർക്കുക. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കുക. ചിലർ ചേർക്കും, പക്ഷേ എനിക്കിഷ്ടമാണ് ബോണ്ടയിൽ ഇടയ്ക്ക് തേങ്ങാക്കൊത്തും കൂടിയിട്ട് കടിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടാണ് മൊരിക്കേണ്ടത് കേട്ടോ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അത്രയ്ക്കും മതി. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഈ നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കാണ്. ഈ തേങ്ങാക്കൊത്ത് മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ കേട്ടോ. നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒഴിക്കുന്ന ഓയിൽ ചേർക്കണ്ട കേട്ടോ. കാരണം ഓയിൽ അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോണ്ടാക്കി ചിലപ്പോൾ ഭയങ്കര വിള്ളൽ വരും. ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. 1 മണിക്കൂർ തുടങ്ങിയിട്ട് 2 മണിക്കൂർ വരെ വയ്ക്കുക. കാരണം അതിൽ കൂടുതൽ സമയം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോണ്ട റെഡി സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പഴവും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് 1 മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആ ശർക്കര പാനി ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമ്മൾ 1/4 കപ്പ് വെള്ളമുള്ള ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി കൂടുതൽ ചേർത്തിട്ട് ആ ശർക്കര പാനി റെഡിയാക്കിക്കോട്ടെ. കാരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ 1/2 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ശർക്കര പാനി കുറച്ചധികം കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് ഒഴിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് അങ്ങനെ ചേർത്തിട്ട് ശർക്കര പാനി റെഡിയാക്കിക്കോട്ടെ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇളം ചൂടുള്ള വെള്ളം സെപ്പറേറ്റ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഷേപ്പാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ കൈമ നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൈമ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈമ വെള്ളമാക്കണം കേട്ടോ. ഈ 2 കൈമയും വെള്ളമാക്കണം കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ചായക്കടയിലേക്ക് ഉണ്ടാക്കുമ്പോൾ അവരിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പീച്ചി ഇങ്ങനെ ഓരോന്നായിട്ട് ഇടും. പക്ഷേ അതെനിക്കാണ് എനിക്കറിയില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. കാരണം നമ്മളിതൊന്നും സ്ഥിരം ഉണ്ടാക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ കൈ 2 നന്നായിട്ട് നനച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൈ പിടിക്കൂട്ടോ. സാധാരണ വെള്ളത്തിൽ നനയ്ക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോളാക്കിയിട്ട് എടുക്കുക. ബാറ്ററി ഉണ്ട്. ബോണ്ടയ്ക്ക് ആകുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് എടുത്തോട്ടാ. ബോണ്ടയാകുമ്പോൾ കുറച്ച് വലുത് വേണമല്ലോ. എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കാം. ഇങ്ങനെ ഇടുമ്പോഴേ എളുപ്പമാണ്. മറ്റോണം പീച്ചി ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് കിട്ടില്ല നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല തിളച്ച ഓയിലിലേക്ക് ഇടാം. എന്നിട്ട് ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ടല്ലോ. ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് നമ്മൾ നോക്കുമ്പോൾ വെന്ത പോലെ ഇരിക്കും. പക്ഷേ ഉള്ളിലേക്ക് നമുക്ക് മുരിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ വെള്ളം പിടിക്കുമ്പോൾ നമ്മുടെ കൈമേരുന്നാലും ഒട്ടും പിടിക്കില്ല. അപ്പോൾ നല്ലൊരു ഷേപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഓയിലിലേക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിപ്പം ഫുള്ളായിട്ട് അങ്ങോട്ട് മുങ്ങി കിടക്കണില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തോട്ടെ. ഇപ്പോൾ നമ്മുടെ ചീനിച്ചട്ടിയിൽ നിറഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ ബോണ്ടക്കുട്ട. ഇപ്പോൾ നോക്കിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ഓയിലിൽ നിന്ന് എടുക്കാൻ പോകണമെങ്കിൽ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുത്തോ. പക്ഷേ ബോണ്ട അങ്ങനെ ഓയിൽ കുടിക്കില്ല കേട്ടോ അങ്ങനെ. പക്ഷേ ബേക്കിംഗ് സോഡ കൂടുതൽ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിൽ കുടിക്കും. പഴം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിൽ കുടിക്കും. കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചെറിയ ചീനിച്ചട്ടി ആയിരുന്നാലും കുഴപ്പമില്ല. ഇതാ ഞങ്ങളുടെ ബോണ്ടക്കുട്ടനെ നോക്കിക്ക് അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട ചെറുതായിട്ട് മുകളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വിള്ളൽ. അത് അങ്ങനെ വിള്ളൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരില്ല. അങ്ങനത്തെ ഒരു വിള്ളൽ വരണം. എന്നല്ല അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും മൊരിയുള്ളൂ. കൂടുതൽ ചില ബോണ്ട ആൾക്കാർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഫുള്ള് വിള്ളൽ വീഴും. അപ്പോൾ അതങ്ങനെ ബേക്കിംഗ് സോഡ കൂടുതൽ ചേർത്തിട്ട് അങ്ങനെ വരാട്ടോ. പിന്നെ നമ്മൾ ഓരോ ബോണ്ടി ഉണ്ടാക്കുമ്പോൾ കൈമ വെള്ളം തൊടാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ. പിന്നെ അത് ഒന്നും കൂടി ഇതിൻ്റെ ഈ പുറം ഭാഗമൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരിയും കൂടി വെള്ളം ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. ബോണ്ടയും റെഡി ആയിട്ടുണ്ട്. നല്ല കുട്ടപ്പം ബോണ്ടയുണ്ട്. അഞ്ചാമത്തെ ബോണ്ടയാട്ടാ. അപ്പം നമ്മളുണ്ടാക്കിയിരുന്ന ആ മാവിൽ നിന്ന് നമുക്ക് 5 ബോണ്ടേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആദ്യം ഞാൻ കുറച്ച് സെയിം ബാറ്റർ തന്നെ ഞാൻ ഫസ്റ്റ് നമുക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഉണ്ടാക്കിയേക്കണ ബോണ്ടേനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം.
ഒരു ബോണ്ട ഇനി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. 2 ബോണ്ട, 3 ബോണ്ട, ഇത് കുറച്ച് ചെറിയ ബോണ്ടേ, 4 ബോണ്ട, 5 ബോണ്ട. അത് നോക്കിയേ. ഇപ്പോൾ നമ്മുടെ ബോണ്ടയെല്ലാം നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോണ്ട. കൂടുതൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ കൂടുതൽ പഴമൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വിണ്ട് പൊട്ടിപ്പോവും നമ്മുടെ ബോണ്ട. ഇത് നോക്കിക്കേ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടേ. ഇപ്പം നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ കളർ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ നല്ല കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് നോക്കിക്കേ, ശരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഒന്നും അങ്ങനെ പൊട്ടിയൊന്നും പോയിട്ടൊന്നുമില്ല. മൊരിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. കാരണം ഉണ്ണിയപ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ബോണ്ട പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കും. അപ്പോൾ നമുക്ക് ബോണ്ടയുടെ ഉള്ളൊന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇനി ഞാനൊന്ന് കഴിച്ചു പറയട്ടാ. തേങ്ങത്ത് കൂടിയിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. പുറത്ത് ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ചെറുതായിട്ട് ഒരു മുരിഞ്ഞ ടെക്സ്ചർ. ഉള്ളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മധുരമൊക്കെ നല്ല കറക്റ്റ് ഭാഗമാട്ടോ. ഇത്രയ്ക്ക് ശർക്കര ചേർത്താൽ മതി. ഇത് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വട്ടയെ കുറച്ച് മധുരം മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ശർക്കരയൊക്കെ എടുത്താലും മതി. അപ്പം അധികം മധുരം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെയുണ്ട്. ഇതിന് കൂടുതലൊട്ടും മധുരം ചേർക്കണ്ട കേട്ടോ.